ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഓറഞ്ച് കാൻഡീഡ് പീലും ലെമൺ കാൻഡീഡ് പീലും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ പ്ലം കേക്കിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാൻഡീഡ് പീൽ. പ്ലം കേക്ക് കൂടുതൽ ടേസ്റ്റി ആകുന്നതിനും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ടാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും നാരങ്ങയുടെ തൊലിയും വിളയിച്ച് ചേർക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കാൻഡീഡ് പീൽ. അപ്പോൾ ഒട്ടും കയ്പില്ലാത്ത കാൻഡീഡ് പീൽ നമുക്ക് തയ്യാറാക്കാം. കാൻഡീഡ് പീൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഓറഞ്ചും അതുപോലെ ഒരു വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഓറഞ്ച് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നേവൽ ഓറഞ്ചസ് ആണ്. അതൊരു മൊസാംബി പോലത്തെ ടൈപ്പ് ഓറഞ്ചും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഓറഞ്ച് ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതുപോലെ പീൽ ചെയ്തെടുക്കേണ്ടത്. തൊലി കട്ടിയുള്ള നാരങ്ങ ആണെങ്കിലും അതുപോലെ ഓറഞ്ച് ആണെങ്കിലും ഒട്ടും തന്നെ കയ്പില്ലാതെയാണ് നമുക്ക് ഈ ഒരു കാൻഡീഡ് പീൽ കിട്ടുന്നത്. ഇതുപോലെ നാരങ്ങയുടെ തൊലി നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പീല് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാൻഡീഡ് പീൽ തയ്യാറാക്കുന്നത്. ഓറഞ്ചും ലെമണും ഒക്കെ നമുക്ക് ജ്യൂസിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ രണ്ടും പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പ്ലം കേക്കിൽ മാത്രമല്ല, കേക്കിലും പുഡിങ്ങിലും ഒക്കെ നമുക്ക് ഒരു ഡെക്കറേഷനായിട്ട് പോലും ഈ ഒരു കാൻഡീഡ് പീൽ യൂസ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടും ഇത് സൂക്ഷിക്കാം. ഒരു ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് പ്ലം കേക്കിന് വേണ്ടിയാണ് ഈ ഒരു കാൻഡീഡ് പീൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ക്യൂബ്സ് ആയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നാരങ്ങയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കാൻഡീഡ് പീൽ തയ്യാറാക്കുന്നതിനായിട്ട് ആവശ്യത്തിന് പഞ്ചസാര എടുത്തു വയ്ക്കാം. കാൻഡീഡ് പീൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്സ്ഡ് പീലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയും നാരങ്ങയുടെ തൊലിയും ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സോസ് പാനിലായിട്ട് നാരങ്ങയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പാകത്തിനുള്ള വെള്ളം ചേർക്കാം. ഇത് കവർ ചെയ്യുന്ന പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കാം. ഇത് ബോയിൽ ചെയ്യുമ്പോൾ ശരിക്കും ഈ ഒരു നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയൊക്കെ ഒരു കയ്പ്പ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി ഈ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റും. ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ മാത്രം നമ്മളിത് കുക്ക് ചെയ്താൽ മതി. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഹാഫ് കുക്കായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് 2-3 തവണ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ തവണയാണ് ഇത് ബോയിൽ ചെയ്യിപ്പിച്ച് ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. എങ്കിലും നമുക്ക് ഒട്ടും കയ്പില്ലാത്ത ഓറഞ്ച് കാൻഡീഡ് പീലും ലെമൺ കാൻഡീഡ് പീലും കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി ഡ്രെയിൻ ചെയ്തിട്ടുള്ള പീല് നമുക്ക് വീണ്ടും സോസ് പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വിളയിച്ചെടുക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം വീതമാണ് 2 പാനിലേക്കും ചേർക്കുന്നത്. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയാണ് ടോട്ടൽ ചേർക്കുന്നത്. പകുതിയായിട്ട് ചേർക്കാം. ഇനി ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പീലിലേക്ക് അബ്സോർബ് ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വിളയിച്ചെടുക്കാം. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ബോയിലായി ഇതുപോലെ ചെറുതായിട്ട് ഈ ഒരു സിറപ്പ് തിക്കാവാനായിട്ട് തുടങ്ങും. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് മുക്കാലോളം വറ്റി വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പീലിൽ നല്ലൊരു ഗ്ലേസിങ്ങും ഇത് ട്രാൻസ്പെറൻ്റ് ആവാനും തുടങ്ങും. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും കാൻഡീഡ് പീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ ഡ്രെയിൻ ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഡ്രെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷുഗർ സിറപ്പോട് കൂടി ഈ ഒരു കാൻഡീഡ് പീൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കാനാണ് ഞാൻ ഇതുപോലെ സ്ട്രെയിനറിലൂടെ ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഓറഞ്ചിൻ്റെ പീലും നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇപ്പോൾ 2 പീലും ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് പകർത്താം. ഈ ഒരു സമയത്ത് ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ഒന്നൊന്നായിട്ട് നമുക്കിത് സ്റ്റിക്ക് ആവാണ്ട് വിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ടും ഉണക്കി 3 മാസം വരെ കേടുകൂടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. നല്ലൊരു ഗ്ലേസിങ്ങും അതുപോലെ മിഠായി പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിയാണിത്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഈ കാൻഡീഡ് പീല് നല്ലൊരു ക്യാൻഡി പോലെ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ഒത്തിരി നാൾ തന്നെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ പ്ലം കേക്കിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് ഈ ഒരു കാൻഡീഡ് പീല് ചേർക്കുന്നതിലൂടെ. പ്ലം കേക്കിൽ മാത്രമല്ല, നമുക്ക് പുഡിങ്ങിലും ഡെസേർട്ടിലും ഒക്കെ ഡെക്കറേഷനും ഇത് യൂസ് ചെയ്യാം. അതുപോലെ ഓറഞ്ച് ഫ്ലേവേർഡിലുള്ള കേക്കും ലെമൺ ഫ്ലേവേർഡിലുള്ള കേക്കിലും ഒക്കെ ചേർക്കാം. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിക്കാം. 3 മുതൽ 6 മാസം വരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇതിരിക്കും. അപ്പോൾ ഷുഗർ സിറപ്പോട് കൂടിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഓറഞ്ച് കാൻഡീഡ് പീലും ലെമൺ കാൻഡീഡ് പീലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.